ഇന്ത്യയിൽ കടൽമാർഗ്ഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽവാരസ് കബ്രാൾ. അപ്പോൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽവാരസ് കബ്രാൾ. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. പാരന്തീസുകാർ എന്നറിയപ്പെടുന്നതും ഫ്രഞ്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ജെയിംസ് കൊറിയ. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷം 1524. വാസ്കോഡ ഗാമയുടെ ഭൗതികശരീരം അടക്കം ചെയ്തത് കൊച്ചിയിലെ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി. അപ്പോൾ വാസ്കോഡ ഗാമയുടെ ഭൗതികശരീരം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി. വാസ്കോഡ ഗാമയുടെ ഭൗതികശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം 1539. യൂറോപ്പിൽ നിന്നും കടൽമാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്ന് 1497. അപ്പോൾ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണ്? മാനുവൽ I. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കാപ്പാട്, കോഴിക്കോട്. വാസ്കോഡ ഗാമ വന്ന കപ്പലിൻ്റെ പേര് സെന്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകൾ ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ, ബെറിയ. വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിയ വർഷം 1499. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗീസിലെ പള്ളി ജെറോണിമസ് കത്തീഡ്രൽ. അപ്പോൾ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗീസിലെ പള്ളി ഏതാണ്? ജെറോണിമസ് കത്തീഡ്രൽ. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവ. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ 1500 അൽവാരസ് കബ്രാൾ. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത് 1498 മെയ് 20. അപ്പോൾ വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത് എന്നാണ്? 1498 മെയ് 20. വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയത് 1502. അപ്പോൾ ആദ്യമായി ഇന്ത്യയിലെത്തിയത് 1498. എന്നിട്ട് വാസ്കോഡ ഗാമ തിരിച്ചുപോയി. അതിനുശേഷം വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയത് 1502. വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിൽ വന്നതാണ് 1524. അപ്പോൾ വാസ്കോഡ ഗാമ മൂന്നാമതായും അവസാനമായി ഇന്ത്യയിൽ വന്ന വർഷമാണ് 1524. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. 1556 ഗോവയിലാണ് സ്ഥാപിച്ചത്. കൊച്ചിയിൽ നിന്നും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചിട്ടുണ്ട്. ആര്? പോർച്ചുഗീസുകാർ. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. അത് എവിടെയാണ്? ഗോവയിൽ. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് പോർച്ചുഗീസുകാർ. ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലാരൂപമായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാരാണ് ആര്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. 1503 കൊച്ചിയിലാണ് മാനുവൽ കോട്ട സ്ഥാപിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകൾ അറിയപ്പെടുന്ന കോട്ടയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. മാനുവൽ കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് അൽബുക്കർക്ക്. മാനുവൽ കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ്? അൽബുക്കർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമോഡ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമോഡ. നീല ജലനയം
ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി അൽമോഡ. അപ്പം നീലജല നയം, അതായത് ബ്ലൂ വാട്ടർ പോളിസി നടപ്പാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി അൽമോഡ. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരാണ്? അൽമോഡ. 1505 കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട അൽമോഡ നിർമ്മിച്ചത്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമോഡ. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്വത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്ക്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽബുക്കർക്ക്. പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം AD 1510. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നുമാണ്.